നമസ്കാരം, ഞാൻ രാകേഷ് ജി. നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലിങ്ങനെ സംശയം വന്നിട്ടുണ്ട്. അതായത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ, അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നൊരു സംശയമാണത്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ബോറൻ സനൻ എന്നുള്ള പേരിലാണ്. ഇനി എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ വെരി സോറി. ഓക്കെ, ഏതായാലും ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, റോഡിൽ എപ്പോഴും ഇറങ്ങുമ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ നിന്ന് പോകുമോ എന്ന് ഭയം. ഇതുവരെ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. സർവീസ് എല്ലാം കൃത്യം. ഉപയോഗിക്കുന്ന കാറ് ടാറ്റ ബോൾട്ട്, പെട്രോൾ 2015 മോഡൽ, 47,000 കിലോമീറ്റർ. ഈ ഭയത്തിന് അടിസ്ഥാനമുണ്ടോ? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ട് ഞാൻ പറയുന്നതല്ല, പലരുടെയും മനസ്സിൽ ഒരു സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സംശയമാണ് പലരെയും സർവീസ് ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഭയം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തന്നെ നമ്മുടെ വാഹനത്തെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് പ്രധാനമായിട്ടൊരു കാര്യം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്, വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ ആണെന്നുള്ള. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഒരിക്കലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം സർവീസ് ചെയ്യുന്ന സമയത്ത് അവരെന്തൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു, അതായത് ഇന്ന കാര്യം ആവശ്യമാണ്, ഇന്നത് ആവശ്യമല്ല, എന്നാൽ കുറച്ചുകൂടെ പൊക്കോളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കുറച്ചൊന്ന് വിലയിരുത്തുക. അതായത് ഇപ്പം നമ്മുടെ ഒരു ബ്രേക്ക് പാഡ് കുറവുണ്ട്, ഏകദേശം 5,000 കിലോമീറ്റർ കൂടെ ഓടാനുണ്ട് എന്നാൽ ഓടിക്കോളാൻ അവർ പറയുകയാണെങ്കിൽ പോലും നമുക്കറിയാം നമുക്കൊരു വർഷം എത്ര കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും. ഇൻ കേസ് നമുക്കൊരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടുമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അവരോടത് മാറണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, മാറാൻ തന്നെ പറയണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് ഓരോ കാര്യങ്ങൾ മാറാനുള്ള പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായി നമ്മുടെ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഒരു 20,000 ആണ് കൂട്ടുക. 4ാമത്തെ വർഷം ഒരു മേജർ സർവീസാണ് വരുന്നത്. അതായത് എല്ലാം മാറേണ്ട സർവീസ്, എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്യൂൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ മാറേണ്ട ഒരു മേജർ സർവീസാണ് വരുന്നത്. പക്ഷേ നമ്മൾ 4ാമത്തെ വർഷത്തിൽ ഫ്യൂൽ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയില്ല, എയർ ഫിൽറ്റർ മാറിയില്ല, പ്ലഗ് മാറിയില്ല, ഇങ്ങനെ ഒന്നും മാറിയില്ല. ഓട്ടം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ചിലപ്പം പെട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ ബ്ലോക്ക്ഡായി വരാൻ ചാൻസസ് ഉണ്ട്. വണ്ടി കംപ്ലയിൻറ്റ് വരാം, നമ്മുടെ വാഹനത്തിന് കംപ്ലയിൻറ്റ് വരാം. പ്ലഗിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പം സ്പാർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ വാഹനം സ്റ്റാർട്ടാകാതെ വരാം. എയർ ഫിൽറ്റർ കൊണ്ട് എയർ പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ മൈലേജ് ഒട്ടും ഇല്ലാതെ വരാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ വാഹനത്തിന് കംപ്ലയിൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പം പ്രോപ്പറായിട്ടുള്ള സർവീസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അത് ഉറപ്പായിട്ടും പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ലോങ് പോകാൻ സാധിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 100% നോക്കുകയാണെങ്കിൽ അതിൽ 1% വേണമെങ്കിൽ ചാൻസ് കൊണ്ട് ചിലപ്പം കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നല്ലാതെ ഒരു കാരണവശാലും പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നൊരു വാഹനത്തിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ ടയറിൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെ നോക്കിയേച്ചും വേണം ഒരു ലോങ് പോകേണ്ടത്. അല്ലാതെ ഇപ്പം ടയർ മൊട്ടയായിട്ടിരിക്കുകയാണ്, എനിക്ക് ലോങ് പോകണം, ഒരു 1000 കിലോമീറ്റർ ഓടാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുകയും വേണം. എന്നാൽ മാത്രം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ നമ്മുടെ വാഹനം ഫുള്ളി പെർഫെക്റ്റ് ആണെന്നുള്ളത്. അപ്പം ഈ ഒരു സംശയത്തിൽ ഏതായാലും പലർക്കും ഇത് സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം പലരും എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, രാകേഷ്, എൻ്റെ ഈ വാഹനത്തിൽ എനിക്ക് ഇത്രയും ദൂരം പോകാൻ പറ്റുമോ? ഞാൻ ചോദിക്കുക, എന്നാ കുഴപ്പം? ഒറ്റ കുഴപ്പമില്ല. ഞാനൊക്കെ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ ഇരുന്ന കാർബറേറ്റർ വാഹനമൊക്കെ ആയിട്ട്, അതായത് 800 കൊണ്ട് എന്ത് ലോങ് ഞാൻ പോയിട്ടുണ്ടെന്നുള്ളത്. എനിക്കത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി ഇതുപോലെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് വാഹനത്തിൽ പോകാൻ സാധിക്കും.